സെയിൻറ്റ് റോക്സ് കോൺവെൻറ്റിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് ഈ അവസരം നൽകിയ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനോടും മറ്റ് അധികാരികളോടും ആദ്യമേ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഞാൻ സെയിൻറ്റ് റോക്സ് കോൺവെൻറ്റിൽ 3 വർഷം മാത്രമാണ് പഠിച്ചത്, 3 തൊട്ട് 5ാം ക്ലാസ് വരെ. പക്ഷേ ഈ ചുരുങ്ങിയ കാലത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ വയ്യാത്ത വളരെ നല്ല ഓർമ്മകളും അനുഭവങ്ങളുമാണ് എനിക്ക് ഇവിടെ നിന്ന് നേടാൻ സാധിച്ചത്. എന്ന് മാത്രമല്ല, ഈ അനുഭവങ്ങൾ എൻ്റെ ഭാവിയെ വളരെ നിർണായകരമായ വിധത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി കുറച്ച് വാക്കുകളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സ്കൂളിൽ വരുമ്പോൾ ഇംഗ്ലീഷ് എന്നുള്ളൊരു ഭാഷ എനിക്ക് സംസാരിക്കാനോ എഴുതാനോ വായിക്കാനോ അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും 2 മാസത്തിനുള്ളിൽ വേനൽക്കാലാവധിക്ക് എന്നെ ഈ ഭാഷ പഠിപ്പിക്കുകയും സ്കൂൾ തുറന്നപ്പോൾ 3ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കത്തക്കവണ്ണം ഒരു റെഡിയാക്കിയതും ഈ സ്കൂളിലെ ലെറ്റീഷ്യ ടീച്ചറും എൻ്റെ ഈ പഠനക്രമം മേൽനോട്ടം വഹിച്ച സിസ്റ്റർ ബ്രിട്ടോയുമാണ്. അവർ 2 പേരോടും എനിക്കൊരിക്കലും തീരാത്ത ഒരു കടപ്പാടുണ്ട്. ഞാൻ 3 വർഷം അവിടെ പഠിച്ചതിൽ എനിക്ക് തോന്നുന്നു 2 മാസം ഞാൻ വീട്ടിൽ നിന്ന് വന്നാണ് പഠിച്ചത്. ബാക്കി സമയം മുഴുവനും ഞാൻ അവിടുത്തെ ബോർഡിങ്ങിലാണ് ജീവിച്ചത്. ആ ബോർഡിംഗ് ജീവിതം എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാലയളവായിരുന്നു. അതിന് കാരണം ആ സ്കൂളിലെ ബോർഡിംഗ് ഒരു വീട് പോലെയായിരുന്നു. വളരെ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്ന് വളരെ വ്യത്യാസമുള്ള കൾച്ചറുകളിൽ നിന്ന് വന്ന കുട്ടികളായിരുന്നു ആ സ്കൂളിലുള്ളത്. എങ്കിലും ഒരു കുടുംബം പോലത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനും മൂത്തവരെ എല്ലാം ചേച്ചിമാരെന്നും വിളിക്കാനും നമ്മളെ കരുതുന്നത്, ചെറിയ ക്ലാസ്സുകളിൽ നമ്മളെ കരുതുന്നവരെ അക്ക എന്ന് വിളിച്ച് നമ്മുടെ വീട്ടിലെ ആഹാര രീതികൾക്ക് വലിയ മാറ്റം വരുത്താതെ നമ്മളെ വലിയ സ്നേഹത്തോടും കരുതലോടും കൂടെ നോക്കുന്ന ഒരു ഹോസ്റ്റലായിരുന്നു അത് കാരണം ഒരു വർഷം പല കാരണങ്ങൾ കൊണ്ട് എനിക്കും അവധിക്കാലത്ത് വീട്ടിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്നെപ്പോലെ തന്നെ മാതാപിതാക്കൾ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്ത് 5 വർഷത്തിലൊക്കെ ഒരിക്കൽ തിരിച്ചു വരുന്ന കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളുടെ കൂടെ അവധിക്കാലം സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞുകൂടുന്നതിലും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഈ സ്കൂളിൽ, ബോർഡിങ്ങിലും സ്കൂളിലും നമ്മളെ ചിട്ട പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും ഉദാഹരണം പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. ആഹാരം വേസ്റ്റ് ചെയ്താൽ അതിന് മദർ ഗബ്രിയേല ഒരു കഥ പറയും. 2ാം ലോകമഹായുദ്ധത്തിൽ അവർക്ക് ആഹാരത്തിനുണ്ടായ കഷ്ടപ്പാടുകൾ അത് പറഞ്ഞ് നമ്മളോട് പറയും, ഒരിക്കലും പ്ലേറ്റിൽ ആഹാരം നമ്മൾ എടുക്കുന്നത് നമുക്ക് വേണ്ടത് മാത്രമേ എടുക്കാവൂ, എടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ചെയ്യൽ. ആ ഒരു പാഠം ഇന്നും ഞാൻ അച്ചട്ടായിട്ട് പാലിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് പഠിച്ചത് അന്ന് ആ ചെറുപ്രായത്തിൽ ആ സ്കൂളിലാണ്. അതുപോലെ തന്നെ ശിക്ഷ വളരെ ചുരുക്കം കാര്യങ്ങൾക്കേ കിട്ടാറുള്ളൂ. അതെന്തിനാണെന്ന് വെച്ചാൽ കള്ളം പറയരുത്, കള്ളത്തരം കാണിക്കരുത്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. ഈ 3 കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യത്തിനും ഒരു ശിക്ഷ ആർക്കെങ്കിലും കിട്ടിയതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഒരു മത്സരം അവരൊരിക്കലും എൻകറേജ് ചെയ്തിട്ടില്ല. നമ്മൾ ഓരോരുത്തരും മത്സരിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. നമ്മുടെ കഴിവുകളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പ്രയത്നിക്കണം എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചത്. അല്ലാതെ ഈ പലപ്പോഴും പലയിടത്തും ഇന്ന് കാണുന്ന മറ്റുള്ളവരെ എപ്പോഴും ഒന്നാമതാകണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ
കാട്ടിലും മുകളിലാകണം, താരതമ്യപ്പെടുത്തുക, അങ്ങനെയുള്ള ഒരു പരിപാടിയും ഞാൻ ആ സ്കൂളിൽ ഞാൻ പഠിക്കും കാലത്ത് കണ്ടിട്ടില്ല. ഇത് ഒരു എനിക്കൊരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ സ്കൂളിൽ പ്രകൃതിയുമായിട്ട് നമ്മളെ വളരെ ഇണങ്ങിച്ചേർക്കാനായിട്ട് അവിടുത്തെ സിസ്റ്റർമാർ പ്രയത്നിക്കാറുണ്ടായിരുന്നു. കടലിൻ്റെ തീരെ അടുത്തായതുകൊണ്ട് എല്ലാ ആഴ്ചയും മഴയില്ലെങ്കിൽ കടപ്പുറത്ത് കൊണ്ടുപോകും. കടലിനെ പറ്റിയും കടപ്പുറത്തെ പറ്റിയും കടപ്പുറം വൃത്തിയാക്കി വെക്കുന്നതിനെ പറ്റിയും ഒക്കെ നമുക്ക് വളരെ ചെറിയ പ്രായത്തിലെ ഇതിൻ്റെ എല്ലാം പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കി തരുമായിരുന്നു. സ്കൂളിൽ ഒരു അരുളിത്തോട്ടം ഉണ്ടായിരുന്നു. അത് നിറച്ചും ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ചിത്രശലഭങ്ങൾ നിറഞ്ഞിരുന്നു. ഇതെൻ്റെ ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു ഓർമ്മയാണ്. ഞങ്ങളെ മദർ കോൺസ്റ്റൻസിയ അവിടെ അടുത്ത് കൊണ്ടുപോയി ചിത്രശലഭങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ മാറി നിന്ന് അവർ മുട്ടയിടുന്ന തൊട്ടും ചിത്രശലഭമാകുന്നവരെ അതിൻ്റെ ഓരോ സ്റ്റേജും പറഞ്ഞു മനസ്സിലാക്കാനും ഇത് ആസ്വദിക്കാനും പഠിപ്പിച്ചത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ അത്താഴം കഴിഞ്ഞിട്ട് അവിടെ വെളിയിലുള്ള ഒരു ഗ്രൗണ്ടിൽ നമ്മൾ കടപ്പുറം മണലിൻ്റെ അവിടെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ സിസ്റ്റേഴ്സ് വന്ന് നക്ഷത്രങ്ങളെപ്പറ്റി പറഞ്ഞു തരും, അവരൊക്കെ ജീവിച്ച നാടുകളെപ്പറ്റി പറഞ്ഞു തരും. അങ്ങനെ അവിടെ ആ ഒരു കൊച്ചു കോൺവെൻറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ ചെറുപ്രായത്തിൽ നമ്മൾക്കപ്പുറം ഒരു ലോകമുണ്ടെന്നും അതിനെപ്പറ്റി പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അവധിക്കാലങ്ങളിൽ എൻ്റെ ഒരു വലിയ ഓർമ്മ മദർ ലൊറാഞ്ചസിൻ്റെ കൂടെ 1-2 പ്രാവശ്യം കടപ്പുറത്ത് മദർ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഡിസ്പെൻസറിയിൽ പോയി സഹായിക്കാൻ പോയതാണ്. അവിടെ പോയാൽ ഞങ്ങൾക്ക് മരുന്നെടുത്ത് കൊടുക്കാനോ അതിൻ്റെ മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ജോലികളാണ് തന്നത്. അതായിരുന്നു പൊതുസേവനത്തിൻ്റെ എൻ്റെ ആദ്യ അനുഭവം. അതും എന്നെ വളരെ സ്വാധീനിച്ച ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഒരു എത്രയെത്ര കഥകൾ എനിക്ക് സെയിൻറ്റ് റോക്സ് കോൺവെൻറ്റിനെ പറ്റിയും അത് ആ സ്കൂളുമായിട്ടുള്ള ആത്മബന്ധത്തെ പറ്റിയും പറയാൻ സാധിക്കും. എവിടെയാണെങ്കിലും എൻ്റെ പിൻകാല ജീവിതത്തിൽ എവിടെ ഒരു കരിങ്കല്ലുള്ള കെട്ടിടം കാണുമ്പോഴോ ചിത്രശലഭങ്ങളെ കാണുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ കടലിൻ്റെ ഇരുമ്പൽ കേൾക്കുമ്പോഴോ ഒക്കെ എൻ്റെ മനസ്സ് സെയിൻറ്റ് റോക്സിലേക്ക് പോകും. അതിൽ പ്രത്യേക കാരണം അവിടെ എനിക്കെല്ലാ സ്നേഹവും കരുതലും തന്ന സിസ്റ്റർ ബ്രിട്ടോ, സിസ്റ്റർ ഗബ്രിയല, മദർ ഗോഡ്ഫ്രീ, മദർ കോൺസ്റ്റാൻസിയ, മദർ ലൊറാഞ്ചസ്, ലറ്റീഷ്യ ടീച്ചർ എന്നെ 2 മാസം വളരെ ബുദ്ധിമുട്ടി വീട്ടിൽ നിന്ന് സ്കൂൾ വരെ എത്തിച്ച് തിരിച്ചു കൊണ്ടുവന്ന രാജാബായി ടീച്ചർ, പിന്നെ ഞങ്ങളെ വളരെ കാര്യമായിട്ട് നോക്കിയ ചെറുപ്രായത്തിൽ അക്കമാരുടെ ഒരു തലവനായിരുന്ന ചാച്ചിക്കുട്ടി അക്ക, ഇവരെയൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇന്ന് സെയിൻറ്റ് റോക്സ് 100 വർഷം സേവനം നടത്തിയിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് ഒരേ ഒരു ആശംസയെ സ്കൂളിന് കൊടുക്കാനുള്ളൂ. ഈ കവാടത്തിൽ കൂടെ വരുന്ന ഓരോ കുട്ടിക്കും എനിക്ക് ലഭിച്ച കരുതലും സ്നേഹവും മാർഗദർശനവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനിയും മുമ്പോട്ടും അതേപോലെ കൊടുക്കാൻ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും ആശംസയുമാണ്.